വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, വളരെയേറെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സദസ്സിലും വേദിയിലുമുള്ള പല മുഖങ്ങളെയും കാണുന്നത്. അതിൻ്റെ ആഹ്ലാദം തീർച്ചയായും മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ഒത്തുചേരുന്നത് സമകാലിക ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ ധിഷണാശാലികളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന VT രാജശേഖറിൻ്റെ അനുസ്മരണ യോഗത്തിലാണ്. VT രാജശേഖർ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ അടുത്തറിയുകയും അദ്ദേഹവുമായി വളരെയേറെ കൂടുതൽ സാഹസിക്കുകയും കൂടെ പ്രവർത്തിക്കുകയും ചെയ്ത മാന്യ സഹോദരൻ പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ VTR-നെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹം നിർവഹിച്ച സേവനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പ്രഭാകരൻ്റെ വിഷയാവതരണത്തിന്, അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിന് ഒരു വിഘാതം സൃഷ്ടിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും ഈ സദസ്സിൻ്റെ പ്രൗഢമായി സദസ്സിൻ്റെ ഈ ചടങ്ങിൻ്റെ ആ പദവി അംഗീകരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് VTR-മായി ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മകളാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ അത് കടന്നു വരാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നുന്നു. അതിലൊന്ന് 1986-87 കാലഘട്ടത്തിൽ ഒരു പ്രൊഫഷണൽ ദിനപത്രമായി മലയാളത്തിൽ ഒരു ദിനപത്രം ആരംഭിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. മാധ്യമത്തിൻ്റെ പേര് തീരുമാനിച്ചിട്ടില്ല. മാധ്യമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ 86 നേരത്തെ തന്നെ 85 മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും എന്നെ പോലുള്ള ആളുകൾ അതുമായി സഹകരിക്കുന്നത് 86 ഒക്ടോബർ നവംബർ കാലത്താണ്. 87 ജൂണിലാണ് പത്രം പുറത്തിറങ്ങിയത് നിങ്ങൾക്കറിയാം. ആ 86 ഒക്ടോബർ നവംബർ കാലത്ത് പത്രത്തിൻ്റെ പേര് പോലും തീരുമാനിക്കുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ഒരു പരിപാടിക്ക് വേണ്ടി VTR കോഴിക്കോട് വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. പുതിയൊരു പത്രത്തെക്കുറിച്ചുള്ള പദ്ധതികൾ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങൾക്കറിയാം, ദീർഘകാലം ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ളൊരു പത്രത്തിൽ ഇന്നത്തെ മപ്ര എന്ന് വിളിക്കപ്പെടുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മാധ്യമപ്രവർത്തനം. എന്താണ് മാധ്യമപ്രവർത്തനം എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനാണ് ഞാൻ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ അത് നിർവഹിക്കുകയും ഇന്ത്യൻ എക്സ്പ്രസ് വിട്ടതിനു ശേഷം ദലിത് വോയിസിലൂടെ അത് പ്രാവർത്തികമാക്കി സ്വന്തം നിലയിൽ തന്നെ കാണിക്കുകയും ചെയ്ത മാന്യനായൊരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പത്രം തുടങ്ങുന്നു, ഒരു ദിനപത്രം തുടങ്ങുന്നു, മുസ്ലിം മാനേജ്മെൻറ്റിലാണ്, ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വേണ്ടിയൊക്കെയുള്ള ഒരു 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 വാൾ എന്നുള്ള നിലയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘകാല അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതിനേക്കാൾ അത്ര കാശ് ചെലവില്ലാതെ നിങ്ങൾക്ക് ഒരു വാർത്താ ഏജൻസി സംഘടിപ്പിക്കാനാവുമല്ലോ. ഒരു വാർത്താ ഏജൻസിയാണ് സുഹൃത്തുക്കളെ ആദ്യം വേണ്ടത്, ഒരു പത്രമല്ല എന്ന്. ഒരു പത്രം ആരംഭിക്കുന്നതിൻ്റെ 1/10 അധ്വാനത്തിന് ഇന്ത്യ രാജ്യത്ത് ഉടനീളമുള്ള നെറ്റ്വർക്കോടുകൂടി നിങ്ങൾക്ക് ഒരു വാർത്താ ഏജൻസി സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ, കാരണം അദ്ദേഹം വന്നെ അത് വിശദീകരിച്ചു, നിങ്ങൾ ഏത് പത്രം തുടങ്ങിയാലും ശരി അതിലേക്ക് വരുന്ന വാർത്തകൾ ഒരേ സോഴ്സിൽ നിന്ന് പടച്ചുവിടുന്നതാണ്. അവരുടെ ലേഖകന്മാർ പ്രാദേശികമായിരുന്നാലും ജില്ലയായിരുന്നാലും സംസ്ഥാനമായിരുന്നാലും ശരി, അവരെത്തിച്ചു കൊടുക്കുന്ന വാർത്തകളെ നിങ്ങൾക്ക് അവരുടെ അരിപ്പുകളിലൂടെ അവരുടെ ഫ്ലേവറുകൾ ചേർത്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ വാർത്ത എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ വാർത്തകളായി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഒരു വാർത്താ ഏജൻസി അത് നിങ്ങൾ ആരംഭിക്കുന്നുവെങ്കിൽ അതിലൂടെ നിങ്ങളുടെ പത്രത്തിന് മാത്രമല്ല, നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പത്രം അത് പിന്നീട് തുടങ്ങിയാൽ മതി. ഇപ്പോൾ നിലവിലുള്ള പത്രങ്ങൾക്ക് ശരിയുടെ വാസ്തവത്തിൻ്റെ സത്യത്തിൻ്റെ ഒരംശമെങ്കിലും നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ നല്ല ഒരു നിർദ്ദേശമായിട്ടാണ് തോന്നിയത്. പത്രം ആരംഭിച്ചു, പത്രത്തിൻ്റെ കാര്യങ്ങൾ നടന്നു. പക്ഷെ പലപ്പോഴും
ഈ മുസ്ലിം മാനേജ്മെന്റിലുള്ള പത്രങ്ങളായിരുന്നാലും ആ പത്രങ്ങളിലൊക്കെ വരുന്ന ദേശീയ വാർത്തകളും മറ്റുമൊക്കെ കാണുമ്പോൾ, പലപ്പോഴും പ്രാദേശിക വാർത്തകളൊക്കെ കാണുമ്പോഴും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു വാർത്താ ഏജൻസി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു സംഭവം വരില്ലായിരുന്നു. പലപ്പോഴും പല ഫത്വകളെ കുറിച്ചും ഒക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് വാർത്തകൾ വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ സമുദായത്തിന്റെ ഗതികേടോർത്ത് മനസ്സ് വേദനിക്കുമ്പോൾ VTR-ന്റെ വാക്കുകൾ പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ഇപ്പോഴും ഫുൾ ഫ്ലെഡ്ജഡായ ഒരു വാർത്താ ഏജൻസി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നോക്ക വിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ ദലിതുകളുടെയോ ഇതുപോലുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെയോ ഒക്കെ നിയന്ത്രണത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്ക്, അവരുടെ വീക്ഷണങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു അത്തരമൊരു സംവിധാനം ഇന്നും നിലവിലില്ല. അതുകൊണ്ട് തന്നെ വാർത്തകളൊക്കെ നേരത്തെ VTR പറഞ്ഞതുപോലെ ഒരേ ഫാക്ടറിയിലെത്തുകയും അവിടെ നിന്ന് അവരുടേതായ ഫ്ലേവറുകൾ ചേർത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വാർത്തകളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ ഓർമ്മകളിൽ ഒന്ന്. മറ്റൊന്ന്, ഞാൻ ദലിത് വോയിസിൻ്റെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ കടന്നുപോയ ചില കാര്യങ്ങൾ, അതിൽ ഒരു ഉദാഹരണം മാത്രം പറയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് സ്പെയിനിനെ കുറിച്ചാണ്. വളരെ കൂടുതൽ സ്പെയിനിനെ കുറിച്ച്, സ്പെയിൻ അങ്ങനെയായിരുന്നു, സ്പെയിൻ ഇങ്ങനെയായിരുന്നു, ഉത്തുംഗമായ സംസ്കാരം ഉണ്ടായിരുന്നു, അതിങ്ങനെ തകർന്നുപോയി, അത് വമ്പിച്ചൊരു നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദലിത് വോയിസിൽ അദ്ദേഹം എഴുതിയ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. സ്പെയിനിന്റെ തകർച്ച, അവിടെ എങ്ങനെയാണ് അതിന് തുടക്കം കുറിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഓരോന്നോരോന്നായിട്ട് അതിന്റെ ഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ കുടുംബ വ്യവസ്ഥയെ ശിഥിലീകരിക്കുവാനും അത് വിവാഹത്തിൽ നിന്നാണ്, മാന്യമായ ഒരു നിക്കാഹ് സംവിധാനത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ആ സംവിധാനത്തിന് തകരാറ് വെച്ചുകൊണ്ട്, അതിനെ കടക്കൽ കത്തി വെച്ചുകൊണ്ട്, ഇതിൻ്റെ കൂടെ നിങ്ങൾ ഈ നിക്കാഹ് നടത്തിക്കോളൂ, പക്ഷെ അതിൻ്റെ കൂടെ ഔദ്യോഗികമായ രജിസ്ട്രേഷൻ കൂടി വിവാഹം അംഗീകരിക്കപ്പെടുന്നതിന് നിർബന്ധമാക്കുകയും പിന്നീട് മുസ്ലിങ്ങൾ തന്നെ നിയമപരമായി നിർബന്ധമുള്ളത് നിർവഹിച്ചില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നത് ഔദ്യോഗികമായ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ആ രജിസ്ട്രേഷൻ എന്തായാലും ആദ്യം ചെയ്യണം, നിക്കാഹ് പിന്നീടായാലും മതി എന്ന ഘട്ടത്തിലേക്ക് പുരോഗമിക്കുകയും പിന്നീട് നിക്കാഹ് ഇല്ലാതെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നടത്താൻ കഴിയും എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ആ രൂപത്തിൽ കുടുംബത്തിന്റെ പവിത്രതകൾ നഷ്ടപ്പെടുകയും ഇസ്ലാമിലെ കുടുംബ വ്യവസ്ഥകൾ തകർക്കപ്പെടുകയും അതിലൂടെ നിർവഹിക്കപ്പെട്ടിരുന്ന ആ സമൂഹം തകരുകയും ചെയ്ത ആ ചിത്രം വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് ദലിത് വോയിസിൽ അദ്ദേഹത്തിന് നല്ലൊരു എഡിറ്റോറിയൽ ഉണ്ടായി. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കളക്ഷനിൽ അതുണ്ടെന്ന് എനിക്കറിയാം, എവിടെയാണെന്ന് എനിക്കിപ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും. അതേതായിരുന്നാലും ഈ രൂപത്തിൽ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് അന്ന് ഇസ്ലാമിക പ്രവർത്തന രംഗത്ത്, വിദ്യാർത്ഥി പ്രവർത്തന രംഗത്തും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കുന്നതിന്, നമുക്ക് നമ്മുടെ അറിവിൻ്റെ ചക്രവാളങ്ങളിൽ വികാസം പ്രാപിക്കുന്നതിന് വളരെയേറെ സംഭാവനകൾ അർപ്പിച്ച ഒരു ദിഷണാശാലിയാണ് VTR എന്നതിലാണ് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയവും അന്തർദേശീയവും തികച്ചും പ്രാദേശികവും ഒക്കെ ആയ നിരവധി പ്രശ്നങ്ങളിൽ ധീരമായ അഭിപ്രായം പറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കൂടുതൽ വിപുലമായ, കൂടുതൽ വിശാലമായ ആളുകളിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ള, കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു സദസ്സിൽ ഒരു അനുസ്മരണ സമ്മേളനമൊക്കെ കോഴിക്കോട് നൽകേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ പ്രൗഢമായ ഈ സദസ്സ് തങ്ങളുടെ ബാധ്യത നിറവേറ്റിയിരിക്കുന്നു. ആ മഹാനായ മനുഷ്യൻ ഇന്ത്യയിലെ സമൂഹത്തിനു വേണ്ടി, ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി അദ്ദേഹം നിർവഹിച്ച ദൗത്യം, ആ ദൗത്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തീർച്ചയായും ഈ സദസ്സ് അദ്ദേഹത്തോടുള്ള കടമ നിറവേറ്റുകയാണ് എന്നതിനപ്പുറം സ്വന്തം ആത്മാവിനോടുള്ള കടമ നിറവേറ്റുകയാണ് എന്ന് കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അടുത്ത സംസാരിക്കുന്നതിന് വേണ്ടി, അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സുഹൃത്ത് പ്രഭാകരനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.